അടുത്ത ഞായറാഴ്ചയാണ് അനീഷിന്റെ കല്യാണം. പോവാൻ റെഡി ആയിക്കോണേ. അന്നേരം പിന്നെ ഞാൻ വരുന്നില്ല, അമ്മ പൊക്കോ, അതാ ഇതാ മാടേ കൊടയൊന്നും പറഞ്ഞേക്കരുത്, കേട്ടല്ലേ? അനീഷോ? ഏത് അനീഷ്? എവിടുത്തെ കല്യാണം? നിങ്ങളോട് ഞാൻ ഒരു പരിപാടിക്കും ഇല്ല. എന്റെ കുഞ്ഞമ്മയുടെ മോനാ അനീഷ്. എന്താ നിനക്ക് അറിയാൻ വയ്യാത്ത എന്താ? അവരോട് ഒന്ന് കല്യാണം പറഞ്ഞതല്ലയോ? എല്ലാരെയും വിളിച്ചില്ലയോ? എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്തോണ്ട് തന്നില്ലയോ? നിനക്ക് ഇത്ര മറവി എന്താ? എനിക്ക് ഇച്ചിരി മറവിയൊക്കെ കാണും. ഒരുപോലത്തെ സാരി ഉടുത്തോണ്ട് അങ്ങ് പോയേച്ചാ മതി, അത് നിങ്ങളുടെ കൂടെ. അവിടെ എല്ലാരും പറയുന്നതേ ഞാനും നീയായിട്ട് എന്നും വഴക്കാന്ന. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സും ഒക്കെ ധരിച്ച് സന്തോഷമായിട്ട് പോകുമ്പോൾ എല്ലാവരും പറയും അവിടെ അവർ വഴക്കൊന്നുമില്ല, അവർ സന്തോഷമായിട്ടാണ് കഴിഞ്ഞു കൂടുന്നത്, ചുമ്മാതെ നിങ്ങൾ അനാവശ്യം പറയരുതേ എന്ന് പരസ്പരം എല്ലാവരും പറയും. ഞാൻ പറഞ്ഞേക്കുവാന്നേ. അവിടെ എല്ലാരും പറയുന്നുണ്ടെങ്കിൽ എന്താ, അത് സത്യമായിട്ടല്ലേ പറയുന്നേ, അല്ല ചുമ്മാ ആൾക്കാർ പറയുമൊന്നുമല്ലല്ലോ. നിങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ കൂടെ കേട്ടിട്ടായിരിക്കത്തില്ലേ ആൾക്കാർ പറയുന്നേ, നിങ്ങളുടെ വീട്ടുകാരല്ലേ. പിന്നെ ഇവിടെ കിടന്ന് 24 മണിക്കൂർ അടി ഉണ്ടാക്കിയിട്ടേ ഉടുത്തൊരുങ്ങി അവിടെ വന്നിട്ട് അമ്മയെ പൊന്നെ എന്ന് പറഞ്ഞ സ്നേഹം കാണിക്കാനൊന്നും എന്നെ കൊണ്ടൊക്കത്തില്ല. നിങ്ങൾ പഠിച്ച കോളേജിലും സ്കൂളിലും ഒന്നും അല്ല ഞാൻ പഠിച്ചത്, അതുകൊണ്ട് എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. എന്റെ മനസ്സിലുള്ള ദേഷ്യം ചിലപ്പോൾ എന്റെ മുഖത്ത് കണ്ടെന്നിരിക്കും. എനിക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയത്തില്ല. എന്നാ നീ വരണ്ട, നിനക്കേ പനിയായിട്ട് കിടക്കുമെന്ന് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ മനുഷ്യന് സമാധാനം തരത്തില്ല, അമ്പൊഴുക്കം പറഞ്ഞിട്ട് പിന്നെ ഉടുത്തൊരുങ്ങി നാട്ടുകാരെ കാണിക്കാൻ ഇറങ്ങണം പോലും. എന്റെ പട്ടി വരും. മനസ്സുണ്ടെങ്കിൽ വന്നാൽ മതി.